ഹായ് ഫ്രണ്ട്സ്, ഓണം അങ്ങ് എത്തിയല്ലേ. അപ്പം നമ്മുടെ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ എല്ലാവരും. അപ്പം നമ്മുടെ വീട്ടിൽ മെയിനായിട്ട് മാറ്റി വാങ്ങിക്കുന്ന ഒരു സാധനമാണല്ലോ കർട്ടൻ. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് ഡാമേജ് ഒക്കെ വരുമ്പോൾ നമ്മളത് മാറ്റാൻ ശ്രമിക്കാറുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ മാറ്റാൻ വെച്ചിരുന്നത് കർട്ടനാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ കർട്ടൻ്റെ മെറ്റീരിയൽ കണ്ടിട്ട് കളയാനേ തോന്നില്ല കേട്ടോ. എന്തൊരു ഷൈനിങ് ആണല്ലേ, അതുപോലെ തന്നെ സൂപ്പർ കളറും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഈ കർട്ടൻ വെച്ചിട്ട് കുത്തപ്പിനിയാർ പണിയാമെന്ന്. ചുമ്മാട്ടോ നമുക്ക് ഇന്ന് ഈ കർട്ടൻസ് വെച്ചിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കൊരു മെഴുകുതിരി വേണം. ആ മെഴുകുതിരിയെ നമുക്ക് ജി ബൂമ്പ പറഞ്ഞൊന്ന് കത്തിക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഇതുപോലൊന്ന് ഉരുക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ നൂലിങ്ങനെ പിഞ്ച് പോവും. അപ്പോൾ ഈ നൂല് പിഞ്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ അവിടെ സെറ്റായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പീസ് തുണിയുടെ എല്ലാ സൈഡും നമുക്ക് ഇതുപോലൊന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ടൻ പീസിനെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് ചുറ്റി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചുറ്റി എടുക്കും തോറും വീണ്ടും നമ്മൾ ഇതിൻ്റെ സൈഡ് ഇതുപോലൊന്ന് മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാം. വളരെ സാവധാനം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 1-2 തവണയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ചെയ്യുന്തോറും ഇതുപോലെ മടക്കി കൊടുക്കുമ്പം ഇത് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു കുഞ്ഞി റോസാപ്പൂവിൻ്റെയൊക്കെ ഒരു മോഡലിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ കിട്ടും. ഇതിൻ്റെ താഴ്ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുക്കി പിടിച്ചു കൊടുത്താൽ അതവിടെ സെറ്റായി ഇരുന്നോളും കേട്ടോ. അതിനുശേഷം ഒന്നുകൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെഷീൻ നൂല് വെച്ചിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ അതഴിയേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞി റോസാപ്പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കർട്ടൻസിൽ എത്രത്തോളം പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം ഞാൻ കുഞ്ഞു റോസാപ്പൂക്കൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഷൈനിങ്, കർട്ടൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ് ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല സൂപ്പർ കളറുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പൂക്കൾ നമുക്ക് വേറെ കർട്ടൻസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പൂവ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ. വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയത്, ഇതും കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഈ പൂക്കളൊന്ന് സെറ്റ് ചെയ്യാം. ഓരോ പൂക്കളായിട്ട് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് പൂവൊന്നും ഇല്ലാത്ത ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇതുപോലുള്ള ഭാഗങ്ങൾ എടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഗ്യാപ്പിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് സെറ്റായിരുന്നോളും കേട്ടോ. ഇതുപോലെ ഒരുപാട് ഇതളുകളുള്ളൊരു ചെടിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്ലൂ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പൂവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പെട്ടെന്ന് ഒട്ടിക്കോളും. നമ്മുടെ ഫെവിബോണ്ടിൻ്റെ പശയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ക്ലോത്ത്സിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു പശയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ പൂക്കളായിട്ട് ഓരോ ഇതളുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് അവിടെ തന്നെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെടി ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം.
കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ പൂക്കളെല്ലാം ഒട്ടിച്ചെടുത്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ വീട്ടിലേക്ക് കളയാൻ വെച്ചിരിക്കുന്ന കർട്ടൻസൊക്കെ എടുത്തിട്ട് ഓടി വന്നത് ഇതുപോലെ ഒന്ന് ചെയ്തു കേട്ടോ. അപ്പോൾ അതിലേക്ക് താങ്ക് യു.